വിലക്കപ്പെട്ട പ്രണയം ഭാഗം 61. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അതുവരെ ആമി എബിയുടെ കണ്ണിൽ പെടാതെ നടക്കുകയായിരുന്നു. എബി വളരെ കൂളായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇന്നലെ ലീവ് എടുത്തത് കൊണ്ട് ഋഷി ഇന്ന് ഓഫീസിലേക്ക് പോയിരുന്നു. അതിനുശേഷം വണ്ടി ശരിയാക്കാൻ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതും എബി അങ്ങോട്ട് പോകാൻ ഒരുങ്ങി. പക്ഷേ അങ്ങോട്ട് പോകാൻ അല്പം നടക്കണം. എല്ലാവരും ആമിയോട് അവൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അതാവുമ്പോൾ കാറിൽ പോയിട്ട് വരാം. പിന്നെ അവൻ കാർ എടുക്കുമ്പോൾ ഈ കാറ് തിരികെ ആമിക്ക് ഓടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാമല്ലോ. വീണ്ടും അവൾക്ക് ചെകുത്താനും കടലിനും നടുവിൽ പെട്ട അവസ്ഥ വന്നു. പിന്നെ അതിനും ഒന്നും മിണ്ടാതെ ആമി കൂടെ പോയി. വണ്ടിയിൽ തീർത്തും നിശബ്ദത മാത്രമായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. സ്ഥലം എത്തി. അവർ വന്ന് വേഗം തന്നെ വണ്ടി ശരിയാക്കി. ആമി കാറായിട്ട് തിരികെ വീട്ടിലേക്ക്. എബി അവൻ്റെ വണ്ടിയായിട്ടും തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് അധികം വൈകാൻ നിൽക്കാതെ അമ്മാമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അവൻ വേഗം ഇറങ്ങാൻ തിടുക്കം കൂട്ടി. ലതാമ്മയോടും ശ്രുതിയോടും ഒക്കെ യാത്ര പറഞ്ഞ് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകുന്ന എബിയെ ആമി വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. അവൻ്റെ കാറ് കൺമുന്നിൽ നിന്ന് അകന്നു പോകുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും അവനൊന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യും എന്ന് ആമി വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. അല്ല, അവളേക്കാൾ ഉപരി അവളുടെ ഉള്ളിലെ പ്രണയിനി അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ആ നിമിഷം അവളുടെ ഉള്ളിൽ രാത്രി അവൻ വന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എൻ്റെ കല്യാണമാണ്. അവൻ്റെ വാക്കുകൾ വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിനെ വിലക്കിയിട്ടും വീണ്ടും അതുതന്നെ ചിന്തിച്ചെടുക്കുകയാണ് മനസ്സ്. ആമി നേരെ മുറിയിൽ കയറിയിരുന്നു. അവൾക്ക് അവനും ഒപ്പം ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നു. ആരായാലും അവനെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യവതിയാണ്. അത്രയും പാവാണവൻ. ആമി ഒന്ന് ഓർത്തു. അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെയാണ് തനിക്ക് പീരീഡ്സ് ആയപ്പോഴൊക്കെ അവൻ പെരുമാറിയത്. അതിൽ നിന്ന് തന്നെ അവൻ എത്രത്തോളം നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു സുഹൃത്ത് മാത്രമായ തന്നോട് ഇങ്ങനെയായിരുന്നുവെങ്കിൽ സ്വന്തം ഭാര്യയോട് അവൻ എങ്ങനെയായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമയം വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ മുത്തശ്ശിയെ വിളിക്കാനാണ് തോന്നിയത്. മുത്തശ്ശിയെ വിളിച്ച് ഒരുപാട് സമയം സംസാരിച്ചു. പക്ഷേ ഒത്തിരി നേരം സംസാരിച്ചിട്ടും അതിലൊരിക്കൽ പോലും എബിയെക്കുറിച്ചോ എബിയുടെ കല്യാണകാര്യത്തെക്കുറിച്ചോ ഒന്നും മുത്തശ്ശി അവളോട് തുറന്നു പറഞ്ഞില്ല. ഒരുപക്ഷെ താൻ തൻ്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയാതിരുന്നത് കൊണ്ട് ഇക്കാര്യങ്ങളും പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്ന് മുത്തശ്ശി തീരുമാനിച്ചിട്ടുണ്ടാകുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോയപ്പോൾ കിടക്കാൻ സമയമായപ്പോൾ പെട്ടെന്നാണ് ലതാമ്മ അവളുടെ മുറിയിലേക്ക് വരുന്നത്. എന്തോ എനിക്കിന്ന് മോളുടെ കൂടെ കിടക്കണമെന്ന് തോന്നി. ഞാനിവിടെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അകത്തേക്ക് കയറി വന്നുകൊണ്ട് ലതാമ്മ ചോദിച്ചതും ആമിയുടെ മുഖം ഒരു നിമിഷം ഒന്ന് വിടർന്നു. കുഞ്ഞിലെ ഒരുപാട് തവണ ലതാമ്മയുടെ കൂടെ അങ്ങനെ കിടന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ വീണ്ടും അങ്ങനെ കിടക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു സന്തോഷമായിരുന്നു അവൾക്ക്. ശരിക്കും ഒരു ചെറിയ കുഞ്ഞിൻ്റേതെന്നതുപോലെ അവളിൽ ആകാംക്ഷയായിരുന്നു. എന്തിനാ ലതാമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ലതാമ്മ എൻ്റെ കൂടെ കിടക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വാ, ഇങ്ങോട്ട് കിടക്ക് എന്ന് പറഞ്ഞ് ആമി വേഗം തന്നെ കട്ടിലിൽ തലയിണയൊക്കെ എടുത്തു വെച്ചു. അധികം വൈകാതെ തന്നെ രണ്ടുപേരും കിടന്നു. ലതാമ്മയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുമ്പോൾ ആമി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പതിയെ പതിയെ മറന്നു പോകാൻ തുടങ്ങിയിരുന്നു. ആമക്കുഞ്ഞേ. ലതാമ്മ തൻ്റെ വയറിന് കുറുകെ വെച്ചിരിക്കുന്ന ആമിയുടെ കയ്യിലൊന്ന് തലോടിക്കൊണ്ട് അവളെ വിളിച്ചു. ലതാമ്മ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആ ചോദ്യത്തിൽ ആമി അറിയാതെ തന്നെ പറയാമെന്ന് സമ്മതം മൂളിപ്പോയിരുന്നു. എബിനായിട്ട് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അധികം മുഖവര ഒന്നും ഇല്ലാതെ ലതാമ്മ നേരെ കാര്യം ചോദിച്ചിരുന്നു. എബിയുടെ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് ആമിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴാനൊരുങ്ങിയ മനസ്സ് വീണ്ടും സ്വബോധത്തിലേക്കെത്തി. എന്താ ലതാമ്മ അങ്ങനെ ചോദിച്ചത്? ഏയ്, എനിക്കങ്ങനെ തോന്നി. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. കണ്ട ഭാവം പോലും വെക്കുന്നില്ല. ഇത്രയൊക്കെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇനി അങ്ങനെയൊന്നും വഴക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വെറുതെ ഒഴിയാനും ശ്രമിക്കണ്ട. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറന്ന് രണ്ടുപേരും കൂട്ടാവണം, പഴയതുപോലെ. ആ മോൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ചെയ്തു തന്ന കാര്യങ്ങളൊന്നും എളുപ്പം അങ്ങനെ മറന്നു കളഞ്ഞേക്കരുത്. ഒരു കൊച്ചു കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും പോലെ അവരവൾക്ക് കാര്യം പറഞ്ഞു കൊടുത്തു. ആമി അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ ലതാമ്മ പറഞ്ഞ കാര്യങ്ങളും താൻ അവനോട് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന രീതിയും ഒക്കെ കൂടെ ആലോചിച്ചപ്പോൾ ആമിക്ക് അവളോട് തന്നെ സ്വയം ദേഷ്യം തോന്നിപ്പോയി. അവനോട് പ്രണയം തോന്നിയത് തനിക്കാണ്. അവന് തന്നോടുള്ളത് വെറും ഒരു സൗഹൃദമാണ്. അതിനെ പ്രണയമായി കണ്ടത് താൻ ചെയ്ത തെറ്റാണ്. എന്നിട്ട് ആ തെറ്റ് ചെയ്ത താൻ തന്നെ അവനോട് സംസാരിക്കാതെയും അവനിൽ നിന്ന് അകന്നു നോക്കിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവളുടെ മനസ്സിൽ തന്നെ അവളോട് പല ആവർത്തി തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് അവൾക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. കാരണം എബിൻ ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അവനോട് പ്രണയമാണെന്ന കാര്യം അവൻ അറിയുക കൂടിയില്ല.
അങ്ങനെയുള്ളപ്പോൾ വെറുതെ ഈയൊരു കാര്യം പറഞ്ഞ് അവനെ വേദനിപ്പിക്കുകയാണ് താനിപ്പോൾ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും എല്ലാവരെയും വേദനിപ്പിച്ചും ബുദ്ധിമുട്ടിച്ചുമാണല്ലോ തനിക്ക് ശീലം. ഒരു വേള അവളുടെ ഹൃദയം അങ്ങനെയും ചിന്തിച്ചു പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അവൾക്ക് ആകെ ഒരു ഉന്മേഷക്കുറവായിരുന്നു. മനസ്സിൽ എബിയോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം എന്നൊരു ചിന്ത തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ അവനൊരു മെസ്സേജ് അയക്കാനോ പറ്റുന്നില്ല. കാരണം അവൻ എല്ലാത്തിൽ നിന്നും തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്നതിലും നല്ലത് അവനെ നേരിൽ കണ്ട് സംസാരിക്കുന്നത് തന്നെയാകും എന്നവൾ ചിന്തിച്ചു. അതിന് ഏറ്റവും നല്ലത് അങ്ങോട്ട് പോയി 2 ദിവസം അവിടെ താമസിക്കുന്നതാവും എന്ന് അവൾക്ക് തോന്നി. ലതാമ്മയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലതാമ്മയ്ക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. രാത്രി ഋഷി വന്ന് അവനോട് ചോദിച്ചപ്പോഴും അവൻ പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ ആയാലും ഇനിയും ഈ ഒരു കാര്യം പറഞ്ഞ് വെറുതെ അവനോട് സംസാരിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി നാളെ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവൾ. എല്ലാവരുടെയും സമ്മതം കിട്ടിക്കഴിഞ്ഞപ്പോൾ നാളെ തന്നെ അങ്ങോട്ട് പോകണമെന്ന് തീരുമാനം എടുത്തിട്ടായിരുന്നു ആമി അന്നേ ദിവസം കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഋഷി ജോലിക്ക് പോകുന്ന വഴി അവളെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി കൊടുത്തു. 2 ദിവസം അവിടെ തങ്ങിയിട്ട് വരാമെന്ന് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ആമി ഇറങ്ങിയിരിക്കുന്നത്. മുത്തശ്ശിയോട് താൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന കാര്യം അവൾ പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് താൻ ചെല്ലുമ്പോൾ അത് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാകും എന്നവൾക്ക് അറിയാമായിരുന്നു. മുത്തശ്ശിയെ കാണാൻ പോകുന്ന വളരെയധികം ആകാംക്ഷയോടെ തന്നെയായിരുന്നു ആമി വീട്ടിലേക്ക് നടന്നത്. അത്രയും ആഗ്രഹത്തോടെ നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കാലുകൾക്ക് വേഗത കുറഞ്ഞതുപോലെ, അങ്ങോട്ടേക്കുള്ള ദൂരം കൂടി വരുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി. വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ എബിയുടെ കാർ അവിടെ കിടക്കുന്നത് ആമിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. ഒരു നിമിഷം അവളുടെ ഹൃദയം ഒന്ന് കൂടുതലും ഇടിച്ചു. ഈ സമയത്ത് അവനിവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ ആവോ എന്ന് ചിന്തിച്ചു പോയി ആമി. വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ വാതിലൊക്കെ അടച്ചു കിടക്കുകയാണ്. ആമി കോളിംഗ് ബെല്ലടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ആരും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടതും മുത്തശ്ശി മാത്രം ഉണ്ടാവുള്ളൂ എന്ന് കരുതി ആമി ഡോറ് തുറന്നു. പക്ഷേ അകത്തേക്ക് കയറിയിട്ടും അകത്തും ആരെയും കാണുന്നില്ല. ആരാ അത്? പെട്ടെന്ന് സ്റ്റെപ്പിൻ്റെ അടുത്തു നിന്നും സ്വരം കേൾക്കുന്നത് കേട്ടതും ആമി അങ്ങോട്ട് നോക്കി. നോക്കുമ്പോൾ എബിയാണ്. നീ എന്താ ഇവിടെ? പെട്ടെന്ന് അവളെ അവിടെ കണ്ടതും മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവും വരുത്താതെ ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൻ്റെ ആ ചോദ്യം. അവൻ്റെ ആ മുഖഭാവവും ഗൗരവത്തോടെയുള്ള ചോദ്യവും കേട്ടപ്പോൾ ആമി ഒന്ന് പതറിപ്പോയി. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാണ്. അമ്മാമ്മ എവിടെയില്ല, പള്ളിയിൽ പോയിരിക്കുവാണ്. അത് പറഞ്ഞപ്പോൾ ആമി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ മുഖം ആകെ ചുവന്ന് വീർത്തതുപോലെ ഇരിക്കുന്നു. ശബ്ദവും ആകെ അടഞ്ഞിരിക്കുകയാണ്. അവന് വയ്യെന്നവൾക്ക് മനസ്സിലായി. പാടില്ലേ തനിക്ക്? വയ്യാഴിക വല്ലതും ഉണ്ടോ? പെട്ടെന്ന് അവൾക്ക് അവനെ കണ്ടപ്പോൾ അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ആ ചോദ്യത്തിൽ എബി അവളെ ഒന്ന് കനപ്പിച്ചു നോക്കി. ആമി ഒന്നും മിണ്ടാതെ നിന്നു. താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോകുന്ന എബിയെ ആമി നിർജീവമായി നോക്കി നിന്നതേയുള്ളൂ. ആമി സോഫയിൽ തന്നെ ഇരുന്നു. പള്ളിയിലേക്ക് പോയ മുത്തശ്ശി തിരികെ വരുന്നതും കാത്ത് കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നുവെങ്കിലും മുത്തശ്ശി വരുന്നുണ്ടായിരുന്നില്ല. എബിക്ക് ഒട്ടും വയ്യെന്നവൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറി അവനെ ഒന്ന് നോക്കാമെന്ന് കരുതി അവൾ മുകളിലേക്ക് കയറി. എബിയുടെ മുറിവാതിൽ തുറന്നു കിടക്കുകയാണ്. ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട് എബി. തലയിണയൊക്കെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് അവൻ ഉറങ്ങുകയാണെന്ന് തോന്നി. ആമി അവൻ്റെ അടുത്തേക്ക് വന്നെന്ന് നോക്കി. അവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, മൂക്കടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇതിനു മുൻപ് അവൻ ഇതുപോലെ വയ്യാതിരുന്നത് ആമിക്ക് ഓർമ്മ വന്നു. അന്നും ഇതുപോലെ തന്നെ മുത്തശ്ശി എവിടെയോ പോയിരിക്കുമായിരുന്നു. താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും താൻ തന്നെ ഓടി നടന്ന് ചെയ്തു കൊടുത്തു. ആ സംഭവത്തിന് ശേഷമാണ് എബി തന്നോട് കൂടുതൽ അടുത്തത്. ആമി ഓർത്തുപോയി. ശാന്തമായി ഉറങ്ങുന്നവനെ നോക്കി അവൾ കുറച്ചു സമയം അവിടെ തന്നെ നിന്നു. നിഷ്കളങ്കമായി ഒന്നും അറിയാതെ ഉറങ്ങുന്നവനെ കാണെ അവളുടെ ഉള്ളിലെ പ്രണയിനി ഉണരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവനെ തന്നെ നോക്കി നിന്നപ്പോൾ എന്തുകൊണ്ടോ അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പ്രണയത്തിൽ ചാലിച്ചെടുത്ത പുഞ്ചിരി. അവനെ അങ്ങനെ നോക്കി നിന്നപ്പോൾ അവളുടെ ഉള്ളിലെ പ്രണയം അറിയാതെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ തലമുടി മുതൽ മുഖം ആകെ അവളുടെ കണ്ണുകൾ പാഞ്ഞു നടന്നു. അവൻ്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അവൻ്റെ കവിളിൽ താടിരോമങ്ങൾക്ക് മുകളിലായി കാണുന്ന അവൻ്റെ ഒരു കുഞ്ഞു മറുകിൽ മാത്രമായിട്ട് ആമിയുടെ ശ്രദ്ധ വന്ന് പതിച്ചു. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു മറുകുള്ളത് കാണുന്നത്. അതിന് കാരണം താൻ ഇത്രയും സമയമൊന്നും അവനിങ്ങനെ നോക്കി നിന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ശരിക്കു പറഞ്ഞാൽ ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന അവൻ്റെ നുണക്കുഴിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന മറുകാണത്. ആമി അതിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് എബി ഒന്ന് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ആമിയെയാണ്. അവളിപ്പോൾ തൻ്റെ മുറിയിൽ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വേഗം തന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? എബി അവളോട് അല്പം പരുക്കമായിട്ട് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ചോദിച്ചത്. അത് പിന്നെ വയ്യല്ലോ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് കരുതി. എനിക്കൊരാവശ്യവുമില്ല. എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ ആളുകളൊക്കെ കയറി വരുന്നത് എനിക്കിഷ്ടവുമല്ല.
എൻ്റെ മുറിയിൽ നിന്നിറങ്ങാൻ നോക്ക്. എടുത്തടിച്ചതുപോലെ അവൻ പറയുന്നത് കേട്ടതും പെട്ടെന്ന് ആമിയുടെ ഉള്ളിൽ ഒരു വിങ്ങൽ പോലെ, നെഞ്ചിലേക്ക് ഖടാര കുത്തിയിറക്കുന്നത് പോലെ. പിന്നെ അവൻ്റെ ഒരു വാക്കിന് പോലും ചെവി കൊടുക്കാതെ, അവനോടൊരു മറുപടി പോലും പറയാതെ ആമി അവിടെ നിന്ന് ഇറങ്ങി പോന്നിരുന്നു. പിന്നീട് മുത്തശ്ശിയെ കാണാനോ ഒന്നിനും അവൾക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. എങ്ങനെയെങ്കിലും തിരികെ പോയാൽ മതി എന്ന് മനസ്സിൽ തോന്നിപ്പോയി. തിരിഞ്ഞു പോലും നോക്കാൻ നിൽക്കാതെ ആമി നേരെ വീട്ടിൽ നിന്നിറങ്ങി. ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയ ഒരു ഓട്ടോറിക്ഷയിൽ കൈ കാണിച്ച് അവൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിരുന്നു. കറക്റ്റായിട്ട് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന സമയത്ത് എറണാകുളത്തേക്കുള്ള ബസ് തന്നെ വേഗത്തിൽ കിട്ടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും വീട്ടിലേക്കെത്തി ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ മതി എന്ന് തോന്നിപ്പോയി അവൾക്ക്. ബസ്സിലെ വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണിൽ നിന്ന് നിറഞ്ഞു വരുന്ന കണ്ണുനീർത്തുള്ളികളെ തുടച്ചു നീക്കാൻ അവൾ നന്നേ പാടുപെട്ടു. എത്രയൊക്കെ കരയാതെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത്രമാത്രം വെറുത്തുപോയോ നിങ്ങളെന്നെ? അവളുടെ മനസ്സിൽ അങ്ങനെയൊരു ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഏറെ സന്തോഷത്തോടെ പ്രസാദത്തോടെയുള്ള മുഖവുമായി പോയവൾ തിരികെ വീർത്തിരിക്കുന്ന മുഖവുമായി കയറി വരുന്നത് കണ്ടതും എല്ലാവരും വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. സമയം വൈകുന്നേരം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഋഷി ജോലി കഴിഞ്ഞ് ഇതുവരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവൾക്ക് അവരെ ഒന്ന് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആരോടും ഒന്നും മിണ്ടാതെ ആമി തൻ്റെ മുറിയിലേക്ക് കയറി. ഒരുപാട് നേരം മുറി അടച്ചിരുന്ന് കരഞ്ഞു. അങ്ങനെയെങ്കിലും ഉള്ളിൽ തിങ്ങിക്കിടക്കുന്ന സങ്കടങ്ങൾക്ക് ഒരു കുറവുണ്ടാകൂ എന്ന് കരുതി. പക്ഷേ അത് വെറുതെയായിരുന്നു. കരഞ്ഞതുകൊണ്ട് മാത്രം സങ്കടങ്ങൾ ഇല്ലാതാവുന്നില്ല. അവൻ്റെ വാക്കുകളും പ്രവൃത്തിയും അവളെ അത്രമേൽ നോവിച്ചിരുന്നു. തൻ്റെ പ്രവൃത്തി കാരണം എബിക്ക് എത്രമാത്രം വേദനയുണ്ടായി കാണുമെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ തൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ഇറങ്ങിപ്പോകാനെന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അത് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഹൃദയത്തിന് ആ വേദന ഒട്ടും താങ്ങാനാവാത്തതുപോലെ. ഹൃദയം ഇപ്പോൾ പൊട്ടി മരിച്ചു പോകും എന്നതുപോലുള്ള വേദനയും അവസ്ഥയും. കട്ടിലിലിരുന്ന് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ഒരുപാട് കരഞ്ഞു. പുറത്തുനിന്ന് ശ്രുതിയും ലതാമ്മയും അവളെ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ഒന്ന് പോയി വാതിൽ തുറക്കാനുള്ള ശേഷി പോലും അവൾക്കുണ്ടായിരുന്നില്ല. അത്ര വലിയ തെറ്റാണോ താൻ അവനോട് ചെയ്തത്? കുറച്ചുനാളും മിണ്ടിയില്ലെന്ന് കരുതി ഇത്രമാത്രം വെറുത്തു പോകാൻ മാത്രമുള്ള കാരണമുണ്ടോ അതിൽ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ കരയാതിരിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തിങ്ങി നിറഞ്ഞു വരുന്ന ഓർമ്മകളും അവൻ്റെ ഇന്നത്തെ പ്രവൃത്തിയും ഒക്കെ കൂടിയായപ്പോൾ വീണ്ടും വീണ്ടും കരച്ചിലിൻ്റെ ആഴം കൂടി വരികയാണ് ചെയ്തത്. പോരാത്തതിന് തൻ്റെ ജീവിതം മുഴുവൻ ഒരു തിരശ്ശീലയിൽ എന്നതുപോലെ അവളുടെ മുന്നിൽ മിന്നിമാഞ്ഞു. ഒരു ഭാഗ്യമില്ലാത്ത ജീവിതമാണ് തൻ്റേത്. കൂടെ നിൽക്കുന്നവരെയും തന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ദ്രോഹിച്ചും അവരെയൊക്കെ വിഷമിപ്പിച്ചുമാണ് തനിക്ക് ശീലം. തൻ്റെ കൂടെയുള്ളവർക്കെല്ലാം താനൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് ആ സമയം കടന്നു വരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ തിങ്ങി നിറഞ്ഞ സമയത്ത് പുറത്തുനിന്ന് അവരൊക്കെ വിളിക്കുന്നത് അവൾ കേൾക്കുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ കരച്ചിൽ ചീളുകൾ നിലച്ചു. പുറത്തു നിൽക്കുന്നവർ വീണ്ടും വീണ്ടും അവളെ വിളിക്കുന്നുണ്ടെങ്കിലും മറുപടിയില്ലാത്ത അവസ്ഥയായി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.